എല്ലാവർക്കും നമസ്കാരം. തട്ടുകട സ്റ്റൈലിലെ മൊരിഞ്ഞ കോളിഫ്ലവർ വറുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ട് കഴുകി വാര വെച്ചതാണ്. ഈ കോളിഫ്ലവർ ഞാൻ ഒരു മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ വെക്കണത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അതിലും കൂടുതൽ വെക്കരുത്. അപ്പോൾ ഇതൊരു ഇത്തിരി വെന്ത് കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തിളച്ച വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. മാത്രമല്ല ഇതിലെന്തെങ്കിലുമൊക്കെ വിഷാംശം മറ്റുണ്ടെങ്കിലൊക്കെ നീക്കം ചെയ്യും. പിന്നെ ഇത് നൈസായിട്ട് കട്ട് ചെയ്യണം. അതായത് നല്ല നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ അതൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം മാറ്റം വരുത്താം. പക്ഷെ ഞാനിവിടെ അങ്ങനെ നൈസായി കട്ട് ചെയ്തതാണ്. നമ്മളിത് നല്ല മുരിഞ്ഞ കോളിഫ്ലവർ വറുത്തതായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് എന്തെല്ലാം ആഡ് ചെയ്യണമെന്ന് നോക്കാം. മെയിനായിട്ട് ഇതിലേക്ക് കടലമാവാണ് വേണ്ടത്. പിന്നെ ഒരു മുട്ട, പിന്നെ അതിലേക്ക് ഞാൻ അരിപ്പൊടിയും റവയും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് മതി. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് റവയും അരിപ്പൊടിയും ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇത് കടലമാവിൻ്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനാണ് ഇത് ആഡ് ചെയ്യണത്. റവ എന്തായാലും ആഡ് ചെയ്യണം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ പക്ഷേ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അതുപോലെ ഇതിൽ ഉപ്പിൻ്റെ ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് ഞാൻ സ്വല്പം മാത്രമാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണത്. അതിന് ശേഷം നമുക്കിത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മസാലപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഇതിൽ. ഇപ്പോഴല്ല കേട്ടോ, നമ്മൾ ഫ്രൈ ചെയ്യണ നേരത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും വളരെ ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഞാൻ അപ്പോഴേ ചെയ്യണുള്ളൂ. ഇത് ഇപ്പോൾ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം കടലമാവ് ആഡ് ചെയ്യാം. കടലപ്പൊടിയുടെ അളവിന് ഇത്രയൊന്നുമില്ല കണക്ക്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറമെയുള്ള കോട്ടിങ് നല്ല തിക്കായ കോട്ടിങ്ങാണ് നമുക്ക് വേണ്ടത്. എങ്കിലാണ് നല്ല പെർഫെക്റ്റായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ ഇത് എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ഞാനിത് ആവശ്യാനുസരണം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാണ്. നല്ല തിക്കായിട്ടുള്ളൊരു കോട്ടിങ്, അതായത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും അതൊന്നും പോവാതെ നല്ല തിക്കായിട്ട് നല്ല മുരിഞ്ഞ് ഇരിക്കുന്ന ഒരു രീതിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ കോൺഫ്ലോറോ മൈദമാവോ എക്സ്ട്രാ ആഡ് ചെയ്യാം. പക്ഷേ കടലമാവും റവയും ഒഴിവാക്കരുത്. അത് രണ്ടും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇതിന്. ബാക്കിയൊക്കെ നിങ്ങളുടെ താല്പര്യപ്രകാരം ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. അന്നേരം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പെരുംജീരകം, കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ പച്ചമുളക് നമുക്ക് കട്ടിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇടാം. അത്ര ചെറുതായിട്ടൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഫ്രൈ ചെയ്യണ നേരത്ത് അതിൻ്റെ കൂടെ ഇടാനുള്ളതാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞോണം അളവൊന്നും കറക്റ്റായിട്ടില്ല. നമുക്ക് ആവശ്യാനുസരണം അതിൽ ആഡ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുംജീരകം, പിന്നെ കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. അതും കൂടെ നമ്മളിത് ഫ്രൈ ചെയ്യണ നേരത്ത് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടായി അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഓയിൽ ആഡ് ചെയ്ത് അത് ചൂടാവുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അതിനുശേഷം ആവശ്യാനുസരണം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കറിവേപ്പില ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മറച്ചിടാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവുന്ന ഒന്നാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മൊരിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ മൊരിഞ്ഞ കോളിഫ്ലവർ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിതിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതല്ല മുളക് പൊടിയുടെ അളവ് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കളറ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിൽ വേറെ യാതൊരു കളറോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് സാധാരണ വീട്ടിൽ കഴിക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കാണ്ട് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.